صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرات ساداتنا خلفاء الراشدين وأزواج النبي صلى الله عليه وسلم നേതൃത്വം നൽകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി ഹിമ്മത്ത് നൽകാൻ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുള്ള ദുആ സ്വാഗതമായി ആശംസിക്കുന്നു. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മജ്ലിസിലേക്ക് ഒരുപാട് ആളുകൾ സംഭാവന നൽകിയിട്ടുണ്ട്. ഷീറിനയ്ക്ക് ഒരുപാട് ആളുകൾ വാഗ്ദാനം നൽകിയവരുണ്ട്, എത്തിച്ചേർപ്പിച്ചവരുണ്ട്. അല്ലാഹു തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലേക്ക് കാർപ്പെട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാർത്ഥന രാത്രി ഇടുന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ നല്ല നിലക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. മഹ്ശറിലെത്തുമ്പോഴും എല്ലാം ഞങ്ങൾക്ക് കണ്ണുകുളിർക്കിയ ഉപകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരുക്കി തരുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന സ്വലാത്ത് ഞാൻ അറിഞ്ഞിടത്തോളം വാദപ്പുണിയിൽ നടക്കുന്ന സ്വലാത്ത് സ്ഥാപിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഇവിടെ സ്വലാത്ത് ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് എൻ്റെ അറിവ്. ഇപ്പോൾ അങ്ങനെയുള്ള ഉമറാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? നമുക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടായിക്കൊള്ളുന്നില്ല. ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ വാദപ്പുണിയിൽ സ്വലാത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ശരിയായ റിപ്പോർട്ട്, സ്വഹീഹായ റിപ്പോർട്ട് എനിക്ക് അറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ വാദപ്പുള്ള സ്വലാത്തിനേക്കാളും പഴക്കമുണ്ട് നമ്മുടെ സ്വലാത്തിലേക്ക് എന്നതാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. എന്നാൽ സഹോദരന്മാരെ, ഈ സ്വലാത്ത് തലീൽ, സ്വലാത്ത് തഹ്ലീൽ, ഇസ്തിഗ്ഫാർ അതിലുള്ള പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് നിങ്ങളെല്ലാവരും ചെല്ലണം. ഇത്രയും നാളെ എപ്പോഴും അയച്ചിരുന്നു, അതാണ് പ്രശ്നം. അങ്ങനെ ആകരുത്. പുറത്തത്തെ ആൾക്കാരും ഇവിടെ ഇല്ല, ഞമ്മളെന്നെ ഉള്ളത് ഇവിടെ തന്നെ ആൾക്കാരാണ്. ഈ ഉള്ള ആളുകൾ ഒരാഴ്ച എന്റെ കാരണം ഞാൻ സ്വലാത്തിന്റെ വിഷയം പറയുന്നില്ല. ഒരു വിഷയം റസൂൽ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ഹദീസ് ഓർമ്മ വെച്ചത് അറിഞ്ഞാൽ നാളെ മഹ്ശറിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും പേടിച്ച് നിൽക്കുന്ന ഒരു വെപ്പടാളം, വലിയ വലിയ ആളുകളും പേടിക്കുന്ന ഒരു സമയമാണ്. അതിന് നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലേ? അങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ മഹ്ശറിലേക്ക് അങ്ങനെ ഉണ്ടാവുന്നുള്ള വിശ്വാസം ഇല്ലേ? ഇല്ലെങ്കിൽ അവരെ പറ്റി ചർച്ച സംസാരിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് വേറെ ചർച്ച നടത്താം. അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ ഒരു മഹ്ശറ ഉണ്ട് എന്ന് പറയണമെങ്കിൽ അവന് അല്ലാഹ് ഉണ്ടെന്ന് വിശ്വാസം മുന്നേ വേണം. ഈ അല്ലാഹ് ഉണ്ട് എന്ന് വിശ്വാസം ഇല്ലാത്തവർക്ക് മഹ്ശറിന്റെ തലച്ചോടില്ല, ഖബറിന്റെ തലച്ചോടില്ല. അപ്പൊ ഖബറിനെ കുറിച്ചിട്ടൊരു ഭയം വരാതിരിക്കുക, മഹ്ശറയെ കുറിച്ചിട്ടൊരു പേടി വരാതിരിക്കുക, അതിലേക്ക് വിശ്വാസത്തിന് വീക്ക് ഉണ്ടാവുക, അത് അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ കുറവാണ്. അത് വേണ്ട പോലെ ഇല്ലാത്തപ്പോ ഇതിനെല്ലാം വീക്കാവും ഈ വിശ്വാസം. അപ്പൊ അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള സംസാരം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അല്ലാഹു, അതിന് വേറെ ഡിബേറ്റ് നടത്തണം, ചർച്ച നടത്തണമായി. ഞാനിപ്പോ അതിന് വേണ്ടി പോകുന്നതല്ല, കൊണ്ട് സംസാരിക്കുന്നില്ല. ഇന്നിപ്പോ ഒരു വിഭാഗം ആളുകള് അതൊക്കെ വെറുതെയാണ്, അങ്ങനെ പ്രപഞ്ചത്തിന് സൃഷ്ടാവോ അത് തോന്നുന്നില്ല. അതിപ്പോ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പോ വളർന്നു വരുന്ന ചെറുപ്പക്കാർ, യുവാക്കളുടെ ഹൃദയങ്ങൾക്ക് മനസ്സിൽ അങ്ങനെയാണ് ഇപ്പൊ മെല്ലെ മെല്ലെ അങ്ങോട്ട്. എങ്ങനെ അല്ലാഹു അതിനെ കുറിച്ചിട്ടുള്ള വിശ്വാസം അതൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞു കൂട്ടി വരുന്നു. അതങ്ങനെ വരണം. കാരണം ഇസ്രാഫീൽ ഊതലിന്റെ സമയമാകുമ്പോൾ അങ്ങനെ ആവണം. അങ്ങനെല്ലാം ആയിക്കോട്ട് വരുമ്പോഴേക്കാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുക. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവല്ല,
എന്നാൽ അല്ലാഹുവിലുള്ള വിശ്വാസം, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഖബറിലുള്ള അദാബ്, ചോദ്യം, മറ്റു കാര്യങ്ങളെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, മഹ്ശറെ കുറിച്ചിട്ട് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഖിയാമത്ത് നാൾ ഉണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇസ്രാഫീൽ ഊതും. നിങ്ങളെ വിശ്വാസം ഞങ്ങളിൽ ഉണ്ടോ ഇല്ല അതൊന്നും നോക്കണ്ട, ഇസ്രാഫീൽ വാർത്ത എടുത്ത പണിയെടുക്കും. ഖബറിൽ പോയിട്ട് കിടക്കേണ്ടൊക്കെ സംഘമുണ്ട്, സംഭവമൊക്കെ ഉണ്ടാവും. മഹ്ശറിലേക്ക് പോകേണ്ടി വരും. വിശ്വാസത്തിന്റെ നിർദ്ദേശം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സംഭവം ഏതായാലും ഉണ്ടാകും. അത്ര ധൈര്യത്തിലെങ്ങനെ പറഞ്ഞു അതോ ആലംബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഇവിടെ പഠിപ്പിച്ചു തന്നു. അതെല്ലാം അങ്ങനെ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നതുകൊണ്ട് ഖബറും മഹ്ശറയും ഇസ്രാഫീലൊക്കെ ഉണ്ടാകണം. വെറുതെ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ പഠിപ്പിച്ചത്. ഞാനൊരു ആമുഖം പറയാണ്. പറയുന്ന വിഷയത്തിന് ഓർക്കൊരു ഉറപ്പ് പറഞ്ഞേ, അതിന് വേണ്ടിയിട്ട് ആമുഖം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എല്ലാ വാക്കും സത്യമാണ്, ഹക്കാണ്. അതിന് ഒന്നിനും ഒരു സംശയിക്കാൻ അവകാശമില്ല. അത് ശരിയാകണമെന്നുണ്ടോ? നബി തങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണെന്നുണ്ടോ? ഉണ്ട്. കാരണം എന്താ? ലേലത്താകപ്പെട്ട അബൂജഹല് കിടത്തിന്റെ ഉള്ളിൽ വീണപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളൊക്കെ കൂടി കയറിട്ടിട്ട് അവനൊന്ന് പേരത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമവും നോക്കി കയറിട്ട് കൊടുത്ത പോലെ താഴോട്ട് പോയി തടിച്ചു. പിന്നൊരു കയറ് കൂട്ടി, അപ്പോഴേക്ക് പിന്നെയും താണു പോയി. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേലെ നിന്നിട്ട് ഇങ്ങനെ കൈ കാണിച്ചിട്ട് പിടിച്ചിട്ട് മേപ്പോട്ട് കയറ്റി. ഇതെങ്ങനെ കഴിഞ്ഞു? ഖബറിൽ വിശ്വസിക്കണ്ട, മഹ്ശറിന്റെ വിശ്വാസവും വേണ്ട. ഇങ്ങനത്തെ ഒന്നല്ല നബി സല്ലല്ലാഹു തങ്ങളുടെ കാര്യം, ഇങ്ങനത്തെ ആയിരങ്ങൾ പറയാനുള്ള നബി സല്ലല്ലാഹു തങ്ങളുടെ ജീവിതത്തെ കുറിച്ചിട്ട്. ഞാൻ ഒന്ന് കാണിച്ചില്ലേ, കൈ കയറി എത്രയോ കയറി ജോയിന്റ് കൂട്ടിയിട്ട് ഓറെല്ലാം എടുക്കാൻ നോക്കിട്ട് ഒന്നും കഴിഞ്ഞില്ല. അബൂജഹൽ പറഞ്ഞു, ദയവ് ഇതൊന്നും വളരെ വിളിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ തങ്ങൾ പറഞ്ഞു, അത് കരയിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കൈ കാണിച്ചു. ഇതെങ്ങനെ കഴിഞ്ഞു? നിനക്ക് ഖബറിൽ വിശ്വാസം വേണ്ട, മഹ്ശറിൽ വിശ്വാസം വേണ്ട. ഇങ്ങനത്തെ ആയിരക്കണക്കിന് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അത് അല്ലാഹുവിന്റെ റസൂലായത് കൊണ്ട്, അല്ലാഹു കൊടുത്ത മുഅ്ജിസത്ത് കൊണ്ട് അത് സംഭവിച്ചതാകുന്നു. ഇനി നിനക്ക് ആ നബി തങ്ങൾ പറഞ്ഞു ഒന്നും വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. ഖബറിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞു, വിശ്വസിക്കാതെ നിർവാഹമില്ല. മഹ്ശറെ കുറിച്ചിട്ട് പറഞ്ഞു, വിശ്വസിക്കാതെ നിർവാഹമില്ല. ഖിയാമത്ത് നാളിനെ പറ്റി പറഞ്ഞു, വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാഫിരികളും പോലും ആ റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് എത്ര എതിർപ്പുണ്ടെങ്കിലും ആള് സത്യസന്ധനാണ്, കളവൊന്നും പറയാത്ത ആളാണ്, അല്ലമീനാണ് എന്ന് മക്കത്തെ എല്ലാ ആളുകളും പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞതിൽ കളവില്ല. ഉണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഈ കൈപിടിച്ചിട്ട് എങ്ങനെ പൊന്തിക്കുക? അങ്ങനത്തെ നൂറുകണക്കിനില്ലേ സംഭവം. എല്ലാം അല്ലാഹുവിന്റെ ആളായതുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലായതുകൊണ്ട് സംഭവിച്ചു. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു, ഔലന്നാസി ബി നബി ഔലാകും യൗമൽ ഖിയാമത്തി അക്സറുകും അലയ്യ ബിസ്സലാത്ത്. നാളെ മഹ്ശറയിൽ എല്ലാം ഇസ്രാഫീൽ ഊതിയിട്ട് അതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് കൂട്ടാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം വയതിന് കേട്ടതല്ലേ, ആരും ഞങ്ങൾക്ക് തുണയായിട്ട് കിട്ടുന്നില്ല. അതിന് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ഓടുന്നു എല്ലാവരും. അതിന് പറഞ്ഞില്ല, മക്കളെ പോയി 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 ഞാൻ ആ പണ്ട് അവിടുന്ന് പഴം തിന്നിട്ടൊരു പ്രശ്നമായി പോയത്, ബുദ്ധിമുട്ടായി. എല്ലാം കുഴപ്പമില്ല, അല്ലാതെ മാപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് അന്നാണ് പേടിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് പോയാലും പ്രശ്നം തന്നെ. എന്റെ മക്കളെ കഴിയില്ല. ഓരോ നബിമാറും ഒഴിഞ്ഞു മാറുന്നു. അല്ലാഹുവിനോട് നമ്മളൊക്കെ അല്ലാഹുവിന്റെ നബിന്റെ ഓരോ നബിമാരുടെ ഓടുകയാണ് മഹ്ശറിൽ വെച്ചിട്ട് ഒത്തു ബച്ചാവാക്കാൻ വേണ്ടിയിട്ട്, രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സമയം വരുമ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞപ്പോൾ അവസാനമായിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്കാണ് ഓടിച്ചെല്ലുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനലഹ ശരി ഞാൻ പേടിക്കണ്ട,
ആ സാഹചര്യത്തെ പറ്റിയാണ് നിമിത്തങ്ങൾ പറഞ്ഞത്. ഔലാകും ബി യൗമൽ ഖിയാമത്തി അക്സർകും അലയ്യ സ്വലാഹ്. നാളെ ലോകത്ത് വെച്ചിട്ട് എല്ലാവരും വെപ്രാളപ്പെടുന്ന സമയം, എല്ലാവരും പേടിക്കുന്ന സമയം, എല്ലാവരും പ്രയാസപ്പെടുന്ന സമയം, ആരും രക്ഷക്കില്ലാത്ത ഒരു സമയം. ആ സമയത്ത് നിങ്ങളെ കൈപിടിച്ച് രക്ഷിക്കാൻ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ എന്നെ കിട്ടണമെങ്കിൽ അക്സറുക്കും അലയ്യ സ്വലാഹ്, ഏറ്റവും കൂടുതൽ സ്വലാത്ത് അധികരിപ്പിച്ചവരാകുന്നു എന്നെ എളുപ്പത്തിൽ നാളെ കിട്ടും. നിങ്ങളെ കൈപിടിച്ച് നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, നരകത്തിലേക്ക് പോകാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ അവിടെ എളുപ്പമാകുന്നത്, ഏറ്റവും കൂടുതൽ എനിക്ക് സ്വലാത്ത് ചൊല്ലിയവരാണ്. കൊല്ലത്തിലേക്ക് വന്നവരല്ല, കൊല്ലത്തിലേക്ക് വന്നിട്ട് സ്വലാത്തിന് കൂടിയവരല്ല. അതുകൊണ്ട് ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും, ഏത് വിഷമങ്ങളുണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആയിട്ടിന്റെ സ്വലാത്ത് അതിനിവിടെ വന്നിട്ട് എല്ലാവരും എത്തുക. അപ്പൊ അക്സറുക്കും അലയ്യ സ്വലാത്ത, ആഴ്ച സ്വലാത്ത് ചെല്ലുമ്പോൾ അതൊരു വലിയ റെക്കോർഡായിട്ട് ഡെപ്പോസിറ്റ്, അത് വലിയ ഒരു എണ്ണമായിട്ട് ആസറത്തിൽ നമ്മൾ വരുമ്പോൾ കിട്ടും. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാവരും പെണ്ണുങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ സ്വലാത്തിന് മജ്‌ലിസിലേക്ക് വന്നിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ദൂരമൊന്നുമില്ലല്ലേ, ഞങ്ങളെ വാദപ്പുരി പോലൊന്നുമില്ല, എല്ലാം ഇവിടെ അപ്പുറത്തിപ്പുറത്ത് തന്നെ ഉള്ളതില്ല. എല്ലാവരും പോയി ഇരുന്നിട്ട് മഗ്‌രിബാകുമ്പോഴേക്ക് എല്ലാം റെഡിയാക്കിയിരുന്നു. ഈ മൈക്കിന്റെ സൗണ്ട് ഇവിടെ കേൾക്കുമ്പോൾ നിങ്ങളോടൊക്കെ കൂടിയിട്ട് സ്വലാത്ത് ചെല്ലുക, എല്ലാം റെഡിയാക്കിയിരിക്കാം. അത് ഓർമ്മിപ്പിക്കുന്നു. അക്സറുക്കും വലിയ സ്വലാത്ത്. മഹ്ശറിൽ എന്റെ സഹായം കിട്ടണോ, എന്നോട് ഏറ്റവും അടുത്തവർ നാളെ മഹ്ശറിൽ വേഗം ആളൊന്നും 1 ലക്ഷം 10 ലക്ഷം കൊല്ലല്ലേ മഹ്ശറാന്ന് പറഞ്ഞെങ്ങനെ, കോടിക്കണക്കിന് അങ്ങ് നോക്കിയാലും ജനസമുദ്രം, ഇങ്ങോട്ട് നോക്കിയാലും ജനസമുദ്രം, എവിടെ നോക്കിയാലും ജനസമുദ്രമാണ്. ആ ഇടയിൽ വെച്ച് നമ്മളെ കൈപിടിച്ച് രക്ഷിക്കാൻ റസൂൽ എന്ന് പറഞ്ഞു. കാണാൻ വലിയ കഷ്ടമുണ്ട്, പ്രയാസമുണ്ട് ഇവിടെ, എന്നാൽ തന്നെയും ഏറ്റവും കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ ആളുകളിൽ ആരും മുടങ്ങി പോകരുത് കേട്ടോ. എല്ലാവരും പ്രതിജ്ഞ എടുക്കുക, മുടങ്ങാതെ. റെഡിയല്ലേ? എണ്ണം വെച്ചോളി. നമുക്ക് അടുത്ത സ്ഥലത്തിന് എത്ര ഉണ്ടാവും? നോമ്പ് ആയിക്കോട്ടെ. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ കൂടുതൽ നീട്ടിയൊന്നും സംസാരിക്കുന്നില്ല, അങ്ങനെ വിഷയം പറയുന്ന സമയമൊന്നുമില്ല. റമദാൻ മാസം, വിശുദ്ധ റമദാൻ വരികയാണ്. വിശുദ്ധ റമദാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തും, നിങ്ങളെല്ലാവരും ഇവിടെ തുടങ്ങുന്ന ദിക്റിന്റെ തുടക്കത്തിൽ, ഈ സ്വലാത്തിന്റെ തുടക്കത്തിൽ ഞങ്ങൾ ചൊല്ലുന്നത് അസ്തഗ്ഫിറുല്ലാഹ്, അതാണ് തുടക്കം. കണക്ക് നിസ്കരിക്കാനായിട്ട് ഓടുക്കുന്നത് മാതിരി, ഖുർആൻ തോടാൻ ഓടുക്കുന്നത് മാതിരി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചെല്ലാൻ മുമ്പ് ഇസ്തിഗ്ഫാർ ചൊല്ലിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ട് വേണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ. അത്ര വലിയ പവറുള്ള സാധനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് ഇസ്തിഗ്ഫാർ അത് ഉമ്മത്തിൽ കയറുന്നില്ലേ എന്ന മാതിരിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിന് ഇസ്തിഗ്ഫാർ. ആ ഇസ്തിഗ്ഫാർ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഉമ്മമാരോട് പറയുന്നു, 1 ലക്ഷം ഇസ്തിഗ്ഫാർ ചെല്ലാനുണ്ടെങ്കിൽ നേർച്ചയാക്കാൻ. എല്ലാം കാണില്ല, 1 ലക്ഷം ഇസ്തിഗ്ഫാർ ഞാൻ ചൊല്ലി തീർക്കുന്നു എന്നിട്ട് നേർച്ചയാക്കാൻ. നേർച്ചയാക്കാൻ ചെല്ലാൻ നിർബന്ധം, തീരണം, വാജിബായി, ലഘുറ്റക്കാരൻ. അങ്ങനെ നേർച്ചയാക്കിട്ട് ഇപ്പൊ എണ്ണം വെക്കാൻ കഴിയുന്നുണ്ടല്ലേ, സൗകര്യം. മഹത്വങ്ങളൊക്കെ ഒരുപാടുണ്ട്, ഇപ്പൊ പറയാൻ സമയമില്ല, അങ്ങനെ പറയുന്നില്ല. لكل ضيق مخرجا ومن كل هم فرجا ويرزقه من حيث لا يحتسب. ഇങ്ങനെ കൂടുതൽ 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 ചെയ്യാനുള്ള ഉപകാരം എന്താ? ദോഷങ്ങളെല്ലാം പുറത്തു പോകുന്നത് എങ്ങനെയുണ്ട്? അതിന് പുറമെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഏത് കുടുക്കിൽപ്പെട്ടാലും അതിൽ നിന്ന് അല്ലാഹുവിനെ ബചാവാകുന്നതാണ്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ
ഏത് ബുദ്ധിമുട്ടിൽ പെടുന്നവർ, ഏത് കുടുക്കിൽ പെടുന്നവർ, കുടുങ്ങേറ്റുണ്ടല്ലേ പല സന്ദർഭത്തിലും ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ അതിൽ നിന്നെല്ലാം അത്ഭുതകരമായ നിരക്ക് എന്ത് ബച്ചാവാകുമോ? എന്താ വരുന്നത്? ഒന്നല്ല, ദോഷം പൊറുക്കുന്നത് ഇതല്ല, അത് വേറെയുണ്ട്. ഇതൊരു എക്സ്ട്രാ പറഞ്ഞതാണ് ഏത് ടെൻഷനിൽ നിന്നിട്ടും അവനിൽ നിന്നിട്ട് ആ ടെൻഷൻ അവർക്ക് മോചനം ടെൻഷൻ ഉണ്ടാവില്ല. ടെൻഷൻ ആർക്കില്ലാത്ത എനിക്കുണ്ടാവും ഒരേ ബുദ്ധിയായി ടെൻഷൻ തുടങ്ങുന്ന ഇനി മനസ്സിലായ കയ്യിലുള്ള പൈസ എല്ലാം കാലേ ടെൻഷൻ തുടങ്ങുന്ന സമയം അള്ളാഹുവിന്റെ ബുദ്ധിയാക്കി എല്ലാവർക്കും ഉണ്ടാവും. ബിസിനസ് ചെയ്യുന്നവർക്കും കച്ചവടാക്കുന്നവർക്കും എല്ലാവർക്കും ഉണ്ടാവും. കച്ചവടാക്കുന്നവർ പൈസ എല്ലാം പുറത്ത് ബാക്കി അല്ലെ, പൈസ കച്ചവടാക്കുന്നത് പൈസ സാമാനം വേങ്ങുന്നത് അങ്ങനല്ലേ? കുറച്ച് സാമാനം വേങ്ങി കുറച്ച് പൈസ കൊടുത്തു, വേങ്ങി കുറച്ച് പൈസ കൊടുത്തു, പിന്നെ കുറച്ച് കൊടുത്തു, പിന്നെ ആരെ കൊടുത്തല്ല ആരെ പൈസ വാങ്ങി. നമുക്ക് കാണുമ്പോൾ നല്ല കച്ചവടം, എന്താ ജെൻസ് കച്ചവടം. ആ കച്ചവടമാക്കി അതിന്റെ നനച്ചുടാക്കി എത്ര അത് ഞങ്ങൾക്കൊരു അനുഭവം അവിടെ പറയുന്നേ. ഞമ്മൾക്ക് കുറെ ആൾ വന്നിട്ട് കരയുന്നു, കുറെ ആൾ ബസ്സിൽ വന്നിട്ട് അതെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, ടെൻഷൻ അതിൽ നിന്ന് ബച്ചാവാകാനേ എന്നൊരു വിഷയം എല്ലാവരും കാത്തോടെക്കുന്ന ഒരു വിഷയമുണ്ട്. എന്തല്ലോ ഒന്ന് തന്നെ പറഞ്ഞേ, എല്ലാ കുടുക്കിൽ നിന്നിട്ടും ബച്ചാവാകുന്നു, എല്ലാം പെട്ടുപോകുന്നു, കുടുങ്ങിപ്പോകുന്നു, അതിൽ നിന്നൊക്കെ ബച്ചാവാകാൻ. രണ്ടാം പറഞ്ഞെന്താ, എല്ലാ ടെൻഷനിൽ ഇപ്പൊ ടെൻഷനേ എല്ലാം ടെൻഷൻ. ഇതായി പൊടിയില്ലേ കഞ്ചാവ് ഇതെല്ലാം മരിക്കുന്നത് ഇനി മരിക്കില്ല. ഞങ്ങൾക്ക് ഓർക്കന്റെ പിരാന്ത്ര അതിത്ര ഉസ്താദമാർ പറയുന്നു, എല്ലാവരും ആക്ഷേപിക്കുന്നതിന് തൊടാൻ പോകുന്നു വേണ്ടെന്ന് വെച്ചതാണല്ലേ. അതല്ല ഇത് ഇങ്ങനെ വൈകുന്നേരമല്ലേ ഇത് ഇങ്ങനെ റണ്ണാണ്. ഞാൻ ഓർക്കില്ല, എന്തില്ല. പിന്നെ മാർഗത്തിലെ അതങ്ങ് മനുഷ്യന് കെട്ടി ഉറങ്ങണം. സുഖമായിട്ട് ഉറങ്ങും. ഇപ്പൊ അതിന്റെ ടേസ്റ്റ് കിട്ടി. ഒരു മാസം കഴിഞ്ഞെങ്കിൽ അത് മതിയാതില്ല, ഒരു പ്രാവശ്യത്തൊന്നും മതിയാതില്ല. പിന്നെ കുറച്ച് ചെയ്യാറ് സുബൈക്ക് കുറച്ച് വേണ്ടി വരുന്നത്. പിന്നെ അങ്ങനെ ആയിട്ടാണ് കഞ്ചാവിന്റെ അടിമകളാകുന്നത്. ഈ പാവം എന്ന് ചൊല്ലിക്കൊണ്ട് ഉണ്ടായെങ്കിൽ ഒരു കഞ്ചാവിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ്, നീയാക്കിയ കച്ചവടം, നീയാക്കിയ ബിസിനസ് എല്ലാം സക്സസ്. അതിന്റെ അർത്ഥം അങ്ങനല്ലേ? വിചാരിക്കാത്ത ഭാഗത്ത് കൂടിയിട്ട് അവർക്ക് പിന്നെ റിസ്ക് കിട്ടും. ഈ റിസ്ക് അല്ലെങ്കിൽ എന്താ, കച്ചവടം ശരിയായെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതൊക്കെ നമ്മൾക്ക് കിട്ടിയെങ്കിലേ, കയ്യിലൊക്കെ കാശ് കിട്ടിയെങ്കിൽ തന്നെ എല്ലാ റിസ്ക്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ ഒരിക്കലും തിരിച്ചില്ല. ആ നിലയിൽ അവർക്ക് കാശ് കൊണ്ട് കിട്ടുമ്പോ അവന്റെ കച്ചവടമൊക്കെ ശരിയാകുന്നു, എല്ലാ ഏർപ്പാടുകളും ശരിയായി വരുന്നു. ദോഷം പൊറുക്കാനുള്ള മാസമാണ് വരുന്നത്. വരുന്നതിന് മുമ്പ് തന്നെ റെഡിയാക്കിയിട്ട് വെച്ചോണ്ടെങ്കിൽ അങ്ങനെ എല്ലാം ഉണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നീങ്ങ വിചാരിക്കണ്ട വിഷയത്തിൽ മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, പെണ്ണുങ്ങളെ നിങ്ങളെയും കൂടി ശ്രദ്ധയിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. നിങ്ങളെയും കൂടി ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് പറയുന്നു, എന്നൊരു കാര്യം കൂടി ചെയ്യാറില്ല. ഒരു കൗണ്ടർ എടുത്തിട്ട് രണ്ട് കാര്യം, ഒന്ന് ഇസ്തിഗ്ഫാർ, ഇതൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങളിവിടെ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് എത്ര അറിയാം? 70,000. 1,00,000 അതിന് ബുഖുലൊന്നും വേണ്ട. 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് നേർച്ചയ്ക്ക് വെച്ചോളേ.
നേർച്ച കണ്ടത് പണി നടക്കുന്നില്ല. ദുഹാ നിസ്കരിക്കണമെന്നുണ്ട്, വരുന്ന പുസ്തകത്തിൽ പിറ്റേന്ന് പുസ്തകത്തില്ല. അപ്പൊ നേർച്ചയാക്കി 1 മാസം കാലം ഞാൻ ദുഹാ നിസ്കരിക്കും തീരുമാനിച്ചു. നേർച്ച എന്നാ 1 മാസം കറക്റ്റ് ദുഹാ നിസ്കരിക്കലാണ്. അടുത്ത മാസം പിന്നെ നേർച്ച ആക്കിയിട്ടെങ്കിലും നിസ്കരിക്കാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തിനറിയോ? നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, നമ്മുടെ ശരീരത്തിനെ മോചിപ്പിക്കാൻ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്റ്റോക്കാക്കി റെഡിയാക്കി വെച്ചോളി എന്നേരം ഞാൻ പറയുന്ന കാരണം. ഇപ്പൊ ഞാൻ ബറാത്തി കഴിഞ്ഞല്ലേ, ബറാത്തിൽ നിന്ന് കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ബറാത്തി വരെ മരിക്കാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് എല്ലാം അസ്രായീലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടായി. എന്റെ പേരുണ്ടോന്ന് എനിക്കറിയില്ല. അടുത്ത ബറാത്ത് വരെയുള്ള അതിനിടയ്ക്ക് മരിക്കാണ്ട് ആളുകളൊക്കെ ആരൊക്കെയാണത് അവരുടെ ലീസ്റ്റ് കൊടുത്ത് അസ്രായേൽ ഒറ്റ നോട്ടത്തിൽ അതൊക്കെ വായിച്ചിട്ട് തിരുത്തലായി. കൂടറസ്, ബാദപ്പുടി, സംപ്യ ലീസ്റ്റെല്ലാം വായിച്ചിട്ട് ഓരോരുത്തരുടെ പേര് നോക്കിയിട്ടായി. ആരമോ അതിന് വയസ്സിന്റെ വ്യത്യാസമൊന്നുമില്ല. മരിക്കുന്ന വയസ്സിന്റെ വ്യത്യാസമൊന്നുമില്ലല്ലോ, വയസ്സ് പറയാനൊന്നുമില്ലല്ലോ. നമ്മളെ ഇരിക്കുന്നവർ കൂട്ടത്തിൽ ആരൊക്കെയാണ് മരണപ്പെടാൻ പോകുന്നത്? അസ്രായേലിന്റെ കൈ ലീസ്റ്റുണ്ട്. നമ്മളാണ് സുബൈകത്തിൽ സംഗതി ഒന്നും അറിയല. അടുത്ത ഷഅബാന് മുമ്പായിട്ട് മരിക്കുന്നത് അസ്രായേലിലെ അവന്റെ പേര് അവന് ഉണ്ടാവും. ചിലപ്പോ അസ്രായേലിന്റെ കയ്യിലുണ്ടാവും. നമുക്ക് ലീസ്റ്റ് സമർപ്പിച്ചിട്ടായി. അതാണ് ബറാത്ത്. ബറാത്തിലേക്ക് അതാ സംഗതി. അന്നൊക്കെ ലീസ്റ്റ് മരിക്കാനുള്ളതൊക്കെ റെഡിയാക്കി ഇസ്രായേലിലേക്ക് അല്ലാഹു തആല നമ്മളെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. നമുക്ക് ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ മരിക്കേണ്ടി വരുമ്പോൾ വെച്ചാൽ ഇസ്രായേലിലെത്തുമ്പോൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നല്ല ഒരു മാർഗമാണ്. ഒരു 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര വേഗം തീർക്കാൻ കഴിയുന്നത് അത്ര വേഗം തീർക്കാം. എണ്ണം കറക്റ്റ് വെച്ചോടി. തസ്ബീഹിന്റെ കൗണ്ടർ ഉണ്ടല്ലേ, ഒരുത്തിന്റെ കൗണ്ടർ പിന്നെടുപ്പിക്കുന്ന നാളെ മാറണ്ട, അപ്പുറം പറയണ്ട. ഇതാവോ ചെലുത്തി വെച്ചത്, ഇത് പിന്നെ സ്വലാത്തിരിക്കുന്നുണ്ടായി. അങ്ങനെ ലാണ്ട ആവാതിരിക്കാൻ വേറെ വേറെ കൗണ്ടർ ഓരോ കൈ റെഡിയാക്കി വെച്ചോളി. അവരോടെ കപ്പാട്ടിൽ എടുത്തിട്ട് ജാഗ്രതയിൽ വെച്ചോളി. അങ്ങനെ ചൊല്ലി വെച്ചോളി. നരകത്തിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ട് വീതം കിടാനുള്ള സാധനം 70,000. ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ എന്താ സംഭവം അറിയാം. ബഹുമാനപ്പെട്ട അബൂ സഈദ് ഖുർതുബി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞ മഹാൻ പറഞ്ഞു, പണ്ടുവരിക്കാം അദ്ദേഹത്തിന്റെ അബൂ സഈദ് ഖുർതുബി തങ്ങൾ ഒരു ഹദീസിൽ കേട്ടിട്ടുണ്ട്. എന്താണ് അസർ നടന്നത്? കിതാബിൽ അസർ എന്ന ഹദീസിലേക്കും പറയും, അല്ലാതെ താബീഈങ്ങളുടെ ഖൗലുകൾക്കും പറയും. അത് നിങ്ങളോട് ചർച്ച ചെയ്ത വിഷയമല്ല. ഒരു ഹദീസിലുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 ഒരാൾ ചൊല്ലിയിട്ട് വെച്ചാൽ അവൻ നരകത്തിൽ നിന്ന് എടുത്തിട്ട് സ്വർഗത്തിലേക്കാകും. അതിന്റെ കാരണം അബൂ സഈദ് ഖുർതുബി തങ്ങൾ പറയുന്നു, അങ്ങനെ ഒരു ഹദീസ് എനിക്ക് കേട്ടിട്ടുണ്ട്. അതത്ര ബലപ്പെട്ട സ്വീകരിക്കാൻ പറ്റുന്ന ഹദീസൊന്നല്ല, കുറച്ച് ദഈഫായ ഹദീസ് പോലെ. അങ്ങനെ ഒരു അനുമാനം, സംശയം എനിക്ക് അതിനെ പറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട അബൂ സഈദ് ഖുർതുബി തങ്ങൾ പറയുന്നു, എന്റെ നാട്ടിൽ ഒരു ഒരിഞ്ചിനെ പോലത്തെ ഒരാളുണ്ടായി. ചില നാട്ടിൽ അങ്ങനത്തെ ആൾക്കാർ ഇരിക്കുന്നു, ചില നല്ല നല്ല ആൾക്കാർ ഇരിക്കുന്നു, കുറെ അല്ലാത്തതും ഇരിക്കുന്നത്. അതുപോലെ കാലം അങ്ങനെ തന്നെ. പക്ഷേ അബൂ സഈദ് ഖുർതുബി നാട്ടിന്റെ ഖാദിയാണ്. അങ്ങനെ ആരെങ്കിലും ഔലിയാക്കൾ എന്നിട്ട് വന്നവന്നും ആലിമികൾ അങ്ങനെ സ്വീകരിക്കണം. വലിയ വലിയ പണ്ഡിതന്മാർ അങ്ങനെ സ്വീകരിക്കണം. ഒരു ഉറപ്പായ തെളിവ് അവർക്ക് കിട്ടിയതിന്റെ അവർ സ്വീകരിക്കുന്നത്. അങ്ങനെ അബൂ സഈദ് ഖുർതുബി തങ്ങൾ പറഞ്ഞു, എന്റെ നാട്ടിൽ അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ അയാളൊരു കാര്യമായൊന്നും ഞാൻ അഭിപ്രായപ്പെട്ടിട്ടില്ല. വ്യക്തമായ തെളിവ് കിട്ടാതെ ആരെയും ഞങ്ങൾ ഔലിയാക്കളായി അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നാട്ടിലെ ഒരാള് ഞങ്ങൾക്ക് ഒരു വിരുന്ന് സൽക്കാരം നൽകി. ഒരു വിരുന്ന് സൽക്കാരം നൽകി. ഒരു നാട്ടിന്റെ മുതലാളി എന്നെ വിളിച്ചിട്ട് വിരുന്ന് സൽക്കാരം. ഇപ്പൊ ഞാൻ എന്താക്കി, ആ വിരുന്നിന് പോയി. പോകുമ്പോ ആ മനുഷ്യനോണ്ട്, മനുഷ്യൻ നാട്ടിൽ നല്ല കാര്യമായ ഒരാള്, നാട്ടുകാരിലാട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരാള്, അയാൾ പോകുന്നുണ്ട്.
അങ്ങനെ ഭക്ഷണങ്ങളെല്ലാം കഴിച്ചു. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം ഇരുന്ന് ഭക്ഷണം കൊണ്ടു വെച്ചു. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിനെ കൈയിടുമ്പോൾ ആ യുവാവാകുന്ന മനുഷ്യൻ ഒന്ന് അട്ടഹസിച്ചിട്ടൊന്ന് കൂട്ടിട്ടിങ്ങനെ കരയുന്നു. ആ അമ്മി ഉമ്മി ഫിന്നാർ. ഓ എന്റെ മൂത്താപ്പ, എന്റെ ഉമ്മ അതാ നരകത്തിൽ കിടക്കുന്നു. എന്നിട്ട് ഭയങ്കരമായ കൂക്കി കരച്ചിലാണ്. നിൽക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, ചാടുന്നു. എന്റെ ഉമ്മ നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്. ആർക്കും ഒന്നും മനസ്സിലായില്ല. മഹാനായ അബൂ സഈദ് ഖുർത്തുബി തങ്ങൾ പറയുന്നു, ഞാനൊരു 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ ചൊല്ലി വെച്ചിട്ടുണ്ട്. അത് എന്റെ ആവശ്യത്തിനാണ്, എന്റെ ആഖിറത്തിന് വേണ്ടിയാണ്, എന്റെ നരകത്തിൽ നിന്ന് കടക്കാതെ മോചനം കിട്ടാനാണ് ഞാൻ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ ചൊല്ലി വെച്ചിട്ടുള്ളത്. അതെങ്ങനെ ഞാൻ ചൊല്ലി വെച്ചിട്ടുണ്ട്. ഇയാൾ പറയുന്നു ഉമ്മീ ഫിന്നാർ. അത് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ കരുതി, പടച്ചവനെ, ഞാൻ ചൊല്ലി വെച്ചിട്ടുള്ള ആ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ പാവപ്പെട്ട ഈ മനുഷ്യന്റെ ഉമ്മക്ക് ഞാൻ ഹദിയയാക്കി നമ്പുരാനേ. ആ പാവപ്പെട്ടവന്റെ ഉമ്മ, ഈ മനുഷ്യന്റെ ഉമ്മ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കിട്ടാൻ ഞാൻ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ സഹോദരിക്ക് ഉമ്മക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നു. വായി കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു ശബ്ദവും ഞാൻ മുണ്ടിയിട്ടില്ല. എന്റെ മനസ്സിന്റെ ഉള്ളുകൊണ്ട് ഞാൻ അങ്ങനെ കരുതിപ്പോയി. അങ്ങനെ കരുതിയപ്പോൾ ഉടനെ തന്നെ ആ യുവാവ് പറയുന്നു, ഓ എന്റെ ഉമ്മ അതാ നരകത്തിൽ നിന്ന് പുറത്തു വന്നുപോയി. നരകത്തിൽ നിന്ന് എന്റെ ഉമ്മനെ പുറത്താക്കപ്പെട്ടു. എന്റെ ഉമ്മ നരകത്തിൽ നിന്ന് മോചിതനായി. സുബ്ഹാനല്ലാഹ്. ഞാൻ ചൊല്ല 70,000 ഈ ഉമ്മക്ക് വേണ്ടി ഹദിയാക്കി എന്ന് കരുതിയതേ ഉള്ളൂ. അപ്പോഴേക്കും നോക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു, എന്റെ ഉമ്മ നരകത്തിൽ നിന്ന് പുറത്തുപോയി. അൽഹംദുലില്ലാഹ്. അബൂ സഈദ് ഖുർത്തുബി തങ്ങൾ പറയുന്നു, ഇതിൽ നിന്ന് 2-3 കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒന്നാമതായിട്ട് 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ ചൊല്ലി വെച്ചാൽ നരകത്തിൽ നിന്ന് അവൻ ബച്ചാവാകുന്നു, നരകത്തിൽ നിന്ന് മോചിതനാകുന്നു എന്ന് പറഞ്ഞ ഹദീസ് അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് ശരിയായതാണ്. ആ റിപ്പോർട്ട് വളരെ കറക്റ്റാണ്. അത് ആരംഭങ്ങൾ പറഞ്ഞത് തന്നെ എന്ന് എനിക്ക് ഈ സംഭവത്തിൽ ഉറപ്പായി. മറ്റൊരു കാര്യം എനിക്കിതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്നറിയോ? സാധാരണ ആളുകളൊക്കെ പറയലുണ്ട്, മരിച്ചവർക്ക് ഹദിയയാക്കെങ്കിലും ഒന്നും കിട്ടൂല, മരിച്ചവർക്ക് കൊടുത്തിട്ടൊന്നും ഫലമില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അത് ശരിയല്ല. ജീവിച്ചിരിക്കുന്ന ഞങ്ങള് മരിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഓതിയിട്ട് അല്ലെങ്കിൽ ദിക്ർ ചൊല്ലിയിട്ട് ഹദിയയാക്കെങ്കിലും ചൊല്ലിട്ട് ഹദിയയാക്കെങ്കിലും അതവർക്ക് ഫലം കിട്ടുന്നതാണെന്ന് മനസ്സിലായി. മറ്റൊരു കാര്യം കൂടി മനസ്സിലായി, ഈ യുവാവുണ്ടല്ലോ നാട്ടിൽ കുറച്ചോ നല്ല ആളാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്ന ജനങ്ങളൊക്കെ ബഹുമാനിച്ചിരുന്ന ആ വ്യക്തിയും നല്ല മനുഷ്യനാണ്. അയാളെ ഉമ്മ നരകത്തിൽ കിടന്നത് അല്ലാഹു അയാൾക്ക് അടച്ചു കൊടുത്തതാണ്. ആ നരകത്തിൽ നിന്നിട്ട് ഉമ്മനെ മോചിപ്പിച്ചതും അല്ലാഹു അയാൾക്ക് കാണിച്ചു കൊടുത്തതാണ്. എന്നിങ്ങനെ 2-3 സംഗതികൾ ഈ സംഭവത്തിൽ നിന്നിട്ട് എനിക്ക് മനസ്സിലായി എന്ന് ബഹുമാനപ്പെട്ട അബൂ സഈദ് ഖുർത്തുബി തങ്ങൾ വ്യക്തമാക്കി പറയുന്നു. അതുകൊണ്ട് സഹോദരിമാരോട് ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ പേരിങ്ങനെ വേറെന്തില്ലല്ലേ, വേറെന്തില്ല നമുക്ക്. ഏതെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് നോക്കുകയല്ലാതെ വേറൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, അസ്തഗ്ഫിറുല്ലാഹ് 1,00,000 ചെല്ലാൻ നേർച്ചയാക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് 1,00,000 ചെല്ലാൻ നേർച്ചയാക്കുക. ആക്കിക്കാരല്ല സ്വാഗതം വെക്കാം.
ഏത് സമയത്ത് എപ്പോൾ നിങ്ങൾ മരിച്ചു പോകുമെന്നൊന്നും നമുക്കറിയില്ല. അസ്രായേലിന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്കിങ്ങനെ നാളെ നോക്കാന്ന് ആലോചിച്ചിട്ടിരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. അർഹമുർ-റഹീമീനായ സയ്യിദായ ശറഫായ തമ്പുരാനെ, ഞങ്ങളെ ഈ ചെറിയ ഈ പ്രദേശത്ത് ഉള്ളവർ എല്ലാ നാട്ടിലുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. കുടാക്കളും ഉമ്മമാരും സഹോദരിമാരും ഒക്കെ വന്നിട്ടുണ്ട്. അല്ലാഹുവേ, ഈ യുദ്ധവും ഈ ഒരുമിച്ച് കൂടിയതും എല്ലാം ഒന്നും നീ ഹായിവാക്കി കളയല്ല തമ്പുരാനെ. ദോഷികളാണ്, പാപികളാണ്, ദുർബല ഈമാനുള്ളവരാണ്, ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല അല്ലാഹ്. അതുകൊണ്ട് ഇതൊക്കെ അല്ലാഹുവേ ഞങ്ങളുടെ ആഖിറത്തിൽ വലിയ സൽക്കരണം